അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇതാ മക്കളെ, നമ്മുടെ വീട്ടിലെ കല്യാണവും പാർട്ടികളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു ഒമാനിലേക്ക് പോകലാന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതാ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഉമ്മ ഇതാ നല്ല അടുപ്പത്ത് നെയ്ച്ചോറെല്ലാം ആക്കിയിട്ടുണ്ട്. മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ ബിരിയാണിയെല്ലാം തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചേ. പോകുന്ന ദിവസം പിന്നെ ഒന്നും അങ്ങനെ കഴിക്കാൻ കഴിയില്ല ടെൻഷൻ കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവരിതാ നല്ല അടിപൊളി സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങുള്ള കടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ഇതാ നല്ല ബിരിയാണിയെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് വെറും ബിരിയാണി തിന്നല്ലോ എന്ന്. അപ്പോൾ കല്യാണ വീട്ടിലെ ബിരിയാണി വേറെ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി വേറെ, അത് രണ്ടും രണ്ടല്ലേ. അതിന് രണ്ടിനും പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണിയെല്ലാം നമ്മളിതാ നല്ലോണം ദമ്മിട്ടെടുത്ത് അടുപ്പത്ത് വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട്. പിന്നെ എനിക്ക് കഴിക്കുന്ന വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ രാത്രിയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ബീഫും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചെമ്മീൻ, കല്ലുമ്മക്കായി. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ദാ രാത്രി നമ്മൾ കുറച്ച് നല്ല ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാ കല്ലുമ്മക്കായി എല്ലാം നമ്മളിതാ നല്ലോണം അടർത്തി മാറ്റുന്നുണ്ട്. ഇവിടുന്ന് ഫ്രൈ ആക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. അങ്ങനെ ഇതൊക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് കിടക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ പോകുന്ന ദിവസം. രാവിലെ തന്നെ ചായയെല്ലാം കുടിച്ചിട്ട് ഓരോന്നേ റെഡിയാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ അല്ലോ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ അന്ന് കണ്ടിട്ടില്ലേ പന്തലും സംഭവങ്ങളെല്ലാം കെട്ടിട്ട് അന്നൊരു ഭയങ്കര തിരക്കും ബഹളവും, എന്താ മാഷാഅല്ലാ നല്ല സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നേ. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടുപോകേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മുളക് പൊടി, ഇത് മിസ്സാക്കാണ്ട് കൊണ്ടുപോകുന്ന, എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് കാശ്മീരി മുളക് പൊടി ഇങ്ങനെ പൊടിച്ചിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തെല്ലോ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാ അച്ചാർ, ഇതാ കല്യാണത്തിൽ ഉള്ള അച്ചാർ. അപ്പോൾ ഇക്കാക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് അച്ചാറെല്ലാം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ നേരിയരിയുണ്ട് ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് ബിരിയാണി വെക്കാൻ ഉമ്മ തന്നിട്ടുണ്ടായിന്. പിന്നെ ഇതാ അരിപ്പൊടി, സാധാരണ പൊടിച്ചിട്ടാണ് എടുക്കൽ, പക്ഷേ അന്ന് അതിനൊന്നും ടൈമൊന്നും കിട്ടിയിട്ടില്ല, കല്യാണ തിരക്കെല്ലാം ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഉമ്മ അരിപ്പൊടി വാങ്ങിച്ചന്ന്. പിന്നെ ഇതാ കുറച്ച് മസാലപ്പൊടികളെല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത്. പിന്നെ എന്താണ് മല്ലിപ്പൊടി ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം വറുത്തിട്ട് ഇതാ പൊടിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് കുറേ നാളെത്തും, അതുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കൊണ്ടുപോകേണ്ട സാധനമൊക്കെ ഞാൻ ഒരു റൂമിൽ ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കാർട്ടൂണിൽ എടുത്ത് വെച്ചാൽ മതിയല്ലേ. അപ്പോൾ ഇതാ റൂബി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫേവറേറ്റാണ്. പിന്നെ ഇതാ ഗീ ഉണ്ട്, പിന്നെ അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് മാക്സിമം രണ്ടാൾക്കും കൂടിയിട്ട് 40 കിലോനെ പറ്റൂ. അതുകൊണ്ട് പിന്നെ വേണ്ടതെല്ലാം പുറക്കിയെടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് നമുക്ക് പിന്നെ അപ്പുറം കൊടുക്കാനും ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാന്ന് കേട്ടോ. ചായ കുടിച്ചിന്, എന്നിട്ട് ഇതാ നമ്മൾ രാവിലത്തെ നാസ്ത കഴിക്കലാണ്. നല്ല മുട്ടാപ്പം ചുട്ടിട്ടുണ്ട്, നെയ്പ്പത്തിരി ഉണ്ട്. അപ്പോൾ ചൂടോടെ നെയ്പ്പത്തിരി കുറച്ച് ചുട്ട് വെച്ചിന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ നെയ്പ്പത്തിരിയും പിന്നെന്താണ് മുട്ടാപ്പവും നല്ല ബീഫ് കറിയും കൂട്ടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച്. ഒന്നും പറയണ്ട, ഇതെല്ലാം ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നാട്ടിലത്തെ ഫുഡ് ഒന്നൊന്നര ഫുഡാണെന്നല്ലേ. അപ്പോൾ മിസ് ചെയ്യുന്നവർക്ക് പ്രത്യേകം അറിയുണ്ടാകും. അങ്ങനെ ഇതാ ബീഫ് കറി ഉണ്ട്, അതും നമ്മൾ കുറച്ചെടുത്തിട്ട് അതും കൂട്ടി സൂപ്പറായിട്ട് ഫുഡ് കഴിക്കലാന്ന്. ചില ആൾക്കാർ മുട്ടാപ്പം ഇങ്ങനെ പഴം വാട്ടിയതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. ഇതുപോലെ മുട്ടാപ്പും ബീഫ് കറിയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അതുപോലെ ഒരു പീസെല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് കറിയിൽ കുറച്ചിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, അതൊന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മയും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിതാ ഓരോന്നേ സെറ്റാക്കലാണ്. 3 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് സാധാ ചോറൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. എനിക്ക് പിന്നെ കഴിക്കാനൊന്നും തോന്നിയിട്ടില്ല, രാവിലെ ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ട്
ഉച്ചയ്ക്ക് പിന്നെ പോകുന്ന തിരക്കിന് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ കിടന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇത് കല്യാണത്തിന് ബാക്കിയുണ്ടായ മിൽക്ക് മേഡാണ്, അത് ഞാനൊന്ന് പൊക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അച്ചാറ് കല്യാണത്തിൻ്റെ, പിന്നെ നമ്മളെ ഗീ, ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കണം, അല്ലെങ്കിൽ ലീക്കായി പോകും. അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്പ്പത്തിൽ ഇതുപോലെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാഗിൽ വെക്കാം, ഒന്നിക്ക് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലഗേജ് കുറവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഇത് നേന്ത്രപ്പഴമൊക്കെ കുറച്ചധികം വാങ്ങിച്ചിട്ടിട്ട്, പിന്നെ ഫ്രഷ് നെയ്യപ്പം വന്നെന്ന് പറഞ്ഞിട്ട് ബ്രദർ പോയിട്ട് വാങ്ങിച്ചെന്നതാണ് കേട്ടോ. അതും കൂടി നമ്മൾ പാക്കാക്കി. പിന്നെ ആ ബോട്ടിലില്ലേ, അതിൽ കറുത്ത മുന്തിരിയാണ് ജ്യൂസ് അടിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ഒമാനിൽ കിട്ടലില്ല, ഉണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ലുലുവിലൊന്നും അങ്ങനെ നോക്കിയാൽ കാണലില്ല. അപ്പോൾ അത് ഞാനിതാ ഒരു ബോക്സിൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇക്കാക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം പോയി ഡ്രസ്സ് ആക്കലാന്ന്. അപ്പോൾ നമ്മുടെ റൂമെല്ലാം കണ്ടില്ലേ, അപ്പോൾ എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അതിന്. പിന്നെ ജനലൊക്കെ അടച്ച് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്കിനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാം ഒരുക്കിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് റൂമൊക്കെ അടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകല. അത് എന്തോന്നറിയില്ല, ഇപ്രാവശ്യം ഭയങ്കര എന്തെല്ലോ ഒരു സങ്കടം പോലെ ഉണ്ടായിരുന്നേ. എന്നാലും അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ്. നമ്മുടെ ഇപ്രാവശ്യം കല്യാണം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ദിവസം പോയതെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ തൂബയും ഭർത്താവും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരും കൂടി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു. പിന്നെ ഷെസുവാണെങ്കിൽ പൂച്ചനെയും ആടിനേലും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതിനെല്ലാം മിസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി യാത്ര പറഞ്ഞിട്ട് ഇറങ്ങലാണ്. ഇപ്പോൾ ഉമ്മാക്കാണെങ്കിൽ എപ്പോഴും ഉള്ളത്, അത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു കരച്ചിൽ വരും. ഷെസു എൻ്റെ ഉമ്മാനെ ആച്ചുമ്മാന്നാന്ന് വിളിക്കലേ. അപ്പോൾ ആച്ചുമ്മാൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും കടയിൽ പോട്ട് എന്നും പറഞ്ഞിട്ട് പൈസയും വാങ്ങിച്ചിട്ട് പോകും, മിഠായി ഇതെല്ലാം വാങ്ങിക്കാൻ. അതെല്ലാം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം, ഇനി ഞാൻ മിഠായി എങ്ങനെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോകലാന്ന്. അപ്പോൾ തൂബാൻ്റെ പെറ്റച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട്, കല്യാണത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിനി. അപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെക്കലാണ്. പിന്നെ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോഴേക്കും തൂബയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിനി. പിന്നെ ഇത്താത്തമാരോടെല്ലാം യാത്ര പറഞ്ഞ് പിന്നെ ഷെസുവാണെങ്കിൽ ആടിനൊന്നും വിടുന്നേ ഇല്ല, ഇതിനെല്ലാം കൂട്ടാന്ന് പറയുന്നുണ്ടായിന്. അപ്പോൾ വീഡിയോയെല്ലാം എടുക്കാൻ വേണ്ടി പറയും. ഭയങ്കര സങ്കടം കേട്ടോ ഇപ്രാവശ്യം വരുമ്പോൾ. എന്നാലും അൽഹംദുലില്ലാ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്ക് ടു ഒമാനിലേക്ക് പോകലാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചാൽ വളരെ ലെങ്തി ആവും. അപ്പോൾ ബോറടിക്കാണ്ട് എല്ലാവർക്കും കാണണ്ടേ. അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പോകലാണ് ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നല്ല കുറേ ഓർമ്മകളായിട്ട് നമ്മൾ ഒമാനിലേക്ക് തിരിച്ച് പോകുന്നു. ഷെസുവിന് എന്തോ പോലെ ഉണ്ടായിന്. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഷെസുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ആറ്റാന്ന് വിളിച്ചിട്ട് വെക്കുന്നേ നടക്കും. പിന്നെ എനക്കും ഉണ്ട് എന്തോ പോലെ ഉണ്ടായിന്. പിന്നെ നമ്മൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ചിരിച്ചോണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. എല്ലാം നമ്മുടെ ആ സന്തോഷ നിമിഷങ്ങളെല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന്. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് വീണ്ടും ഇനി അടുത്ത വരവിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്താത്തയും ഹസ്ബൻഡും പിന്നെ മോളും കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഒമാനിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആരാണ് ആ സർപ്രൈസ് വ്യക്തി എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.